പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ ഉത്കണ്ഠപ്പെടേണ്ട, നിങ്ങൾ ആകുലരാവരുതെന്നൊക്കെ ഇന്നത്തെ സുവിശേഷത്തിൽ കർത്താവ് ഒരുപാട് തവണ ഓർമ്മിപ്പിക്കുന്നുണ്ട് നമ്മളെ. ഇങ്ങനെ കൂടിയിരിക്കുന്ന സമയത്ത് പോലും നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് ആകുലതയോടെയാണ്. നാളത്തെ പരീക്ഷയ്ക്ക് എന്ത് സംഭവിക്കും, നാളെ നടക്കുന്ന ടെസ്റ്റിന് റിസൾട്ട് എന്തായിരിക്കും, ആ ഒരു കടം വീട്ടിൽ തീർക്കാനായി, ലോൺ അടയ്ക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ രോഗാവസ്ഥകളുടെ ബുദ്ധിമുട്ടുകൾ എന്തായിരിക്കും, നമ്മുടെ മക്കൾ എന്തുകൊണ്ടാണ് ഇനിയും കുടുംബത്തിൽ കയറാത്തത്, നമ്മളുടെ അപ്പച്ചൻ എന്തുകൊണ്ടാണ് കുടിച്ചുകൊണ്ട് നടക്കുന്നത്, ഇങ്ങനെ ഒരുപാട് ആകുലതകളുടെ നടുവിൽ നടക്കുമ്പോഴും കർത്താവ് നമ്മളോട് പറയും, നിങ്ങൾ ഉത്കണ്ഠപ്പെടേണ്ട, നിങ്ങൾ ആകുലരാവേണ്ട. നിങ്ങളെ ശരീരത്തെക്കുറിച്ചോ വസ്ത്രത്തെക്കുറിച്ചോ ഒന്നും ആകുലപ്പെടേണ്ടെന്ന് തന്നെ കർത്താവ് പറയണത്. ഈ ഭൂമിയിലുള്ള ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടാതെ പ്രാർത്ഥിക്കുക. മുഴുവനായിട്ട് ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കാനാണ് ഓർമ്മപ്പെടുത്തണേ. ഈ കുടുംബത്തെ ഈശോയ്ക്ക് കൊടുക്കുക, ബാക്കി കർത്താവ് നോക്കിയിരിക്കും. ഇന്ന് പൂക്കുന്നതും നാളെ തീയിലെറിയപ്പെടുന്നതുമായ ഈ പുല്ലിനെ കർത്താവ് ഇത്രമാത്രം അലങ്കരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ എത്രമാത്രം അലങ്കരിക്കും, നിങ്ങളെ എത്രമാത്രം പരിപാലിക്കും കർത്താവ്. നിങ്ങൾ ഈ ഒരു കുരുവികളേക്കാൾ വിലയുള്ളവരാണല്ലോ എന്നൊക്കെ കർത്താവ് നമുക്ക് ഉറപ്പ് തരും. ഓർക്കുന്നുണ്ട് അമ്മാമ്മയെക്കുറിച്ചിട്ട്, എത്ര പെൺമക്കളുടെ വിവാഹം നടത്തേണ്ടി വന്നു അമ്മാമ്മയ്ക്ക്. ഒരാകുലതയും ഇല്ലാതെ എപ്പോഴും മുഖത്തൊരു പ്രകാശം നിറഞ്ഞ പുഞ്ചിരിയുമായിട്ട് ഈ ഒരു അമ്മമ്മ ഓടി നടക്കുന്നത് കണ്ടിട്ടുണ്ട്. കർത്താവിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്ന ചില ജീവിതങ്ങൾക്ക് ഈ ലോകത്തെ അത്ഭുതപ്പെടുത്താനും മാത്രം കരുത്തുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കി തന്ന ആദ്യകാല അനുഭവങ്ങളൊക്കെ ഈ അമ്മാമ്മയിൽ നിന്ന് കിട്ടിയിരിക്കണേ. ഇങ്ങനെ കർത്താവിലേക്ക് മുഴുവനായിട്ട് ഏൽപ്പിച്ചു കൊടുത്ത് നമ്മളാൽ കഴിയുന്നത് എല്ലാ പരിശ്രമങ്ങളും നടത്തി ഒരാൾ മറ്റുള്ളവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുന്നുണ്ട്. വചനം പറയുന്നുണ്ട്, പത്രോസ്ലീഹയോട്, അല്പവിശ്വാസി നീ ഭയപ്പെട്ടതെന്തിനാണ്, അല്പവിശ്വാസി നീ ഭയപ്പെട്ടതെന്തിനാണ്. അത്രയും നേരം കർത്താവിൻ്റെ മുൻപിലേക്ക് നോക്കി നടന്ന, കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി നടന്ന പത്രോസ്ലീഹ കാറ്റും കോളും ഉണ്ടാകുന്ന നേരത്ത് കർത്താവിൻ്റെ മുഖത്ത് നിന്ന് നോട്ടം മാറ്റുമ്പോൾ കടലിലേക്ക് ആഴ്ന്നിറങ്ങിപ്പോകുന്നത് നമ്മൾ കാണും. അത്രയും നേരം ഈ കടലിന് മീതെ നടന്നൊരാളാണ്, ഈശോയെ നോക്കിയിട്ട് കടലിന് മീതെ നടന്നൊരാൾ, തിരമാലകൾക്ക് മീതെ കാല് വെച്ച് നടന്നൊരാൾ, അത്രയ്ക്കും കർത്താവ് ശക്തി കൊടുത്തൊരാൾ കാറ്റും കോളും ആഞ്ഞടിക്കുന്ന നേരത്ത് ഇങ്ങനെ കർത്താവിൻ്റെ മുഖത്ത് നിന്ന് നോട്ടം മാറ്റുമ്പോൾ ആ വെള്ളത്തിൻ്റെ ആഴത്തിലേക്ക് പോകുന്ന നേരത്ത് വലിച്ചു പിടിച്ചുകൊണ്ടാണ് കർത്താവ് ചോദിക്കണേ, അല്പവിശ്വാസി നീ ഭയപ്പെട്ടതെന്തിനാണ്? കാറ്റും കോളും ആഞ്ഞടിക്കുന്ന നേരത്ത് ഞങ്ങളിതാ നശിക്കാൻ തുടങ്ങുന്നു ഗുരു, നിനക്ക് ഞങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധയില്ലേ എന്ന് നിലവിളിക്കുന്ന ശിഷ്യന്മാരോട് അവൻ ചോദിക്കുന്നുണ്ട്, അല്പവിശ്വാസികളെ നിങ്ങൾ ഭയപ്പെടുന്നത് എന്തിനാണ്? ഭയം വരുന്നത് മുഴുവൻ ഈ വിശ്വാസക്കുറവിൽ നിന്നാണെന്ന് വചനം ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റാത്തത്. സങ്കീർത്തന പുസ്തകം 3-ാം അധ്യായം 5-ാമത്തെ തിരുവചനം, ഞാൻ ശാന്തമായി കിടന്നുറങ്ങുന്നു, ഉണർന്നെഴുന്നേൽക്കുന്നു, കാരണം ഞാൻ എൻ്റെ കർത്താവിൻ്റെ കരങ്ങളിലാണ്. കർത്താവ് ഈ ഈശോയുടെ മരണസമയത്ത് നമ്മൾ കാണുന്നുണ്ട്, അലറിക്കരിഞ്ഞ് മാത്രം മനുഷ്യർ മരണത്തിലേക്ക് പോയിരുന്ന അതിക്രൂരമായിട്ടുള്ള കുരിശു മരണത്തിൽ ഈ ഒരു മനുഷ്യൻ മാത്രം, ക്രിസ്തു മാത്രം വിളിച്ചു പറയുന്നുണ്ട്, പിതാവേ നിൻ്റെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറയുന്നതോടുകൂടെ ഒരു കുഞ്ഞുറങ്ങുന്നത്ര ശാന്തതയോടുകൂടെ ഈശോയ്ക്ക് മരണത്തിലേക്ക് പോകാൻ പറ്റുന്നുണ്ട്. ഭയപ്പെടുന്നത് എന്തിനാ? നിങ്ങൾ ആകുലപ്പെടേണ്ട, ഉത്കണ്ഠാകുലരാകേണ്ട. കുടുംബത്തെക്കുറിച്ചുള്ള ഈ ഒരു നമ്മളെ തളർത്തിക്കളയുന്ന ചിന്തകളൊന്നും വേണ്ടെന്നേ തമ്പുരാൻ നോക്കിക്കോളും. ഉറപ്പായിട്ടും തമ്പുരാൻ നോക്കിക്കോളും. ഉറപ്പിക്കാൻ പറ്റുമോ? ആ ഉറപ്പ് കിട്ടുന്ന ദിവസം നമ്മുടെ പ്രാർത്ഥനകൾക്ക് കുറച്ചുകൂടെയൊക്കെ സൗന്ദര്യമുണ്ടാവും. നമ്മുടെ പ്രാർത്ഥനകൾക്ക് കുറച്ചുകൂടിയൊക്കെ ദൈവത്തോട് അടുത്തിരിക്കുന്നൊരു ഫീലുണ്ടാവും. അതല്ലാതെ പരാതിപ്പെട്ടി മാത്രമായിട്ട് പോവില്ല. നമ്മൾ ഇപ്പോൾ ഇരിക്കുമ്പോൾ പോലും എൻ്റെ ദൈവത്തോട് ചേർന്നിരിക്കുന്ന വലിയ അനുഭവത്തിലേക്ക് ഞങ്ങളെ നയിക്കാൻ ഞങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം എടുത്തു മാറ്റണമേ, കുടുംബത്തെക്കുറിച്ചുള്ള ആകുലതകളെല്ലാം എടുത്തു മാറ്റണേ എന്ന അപേക്ഷയോടുകൂടെ അവിടുത്തെ അനുഗ്രഹം സ്വീകരിക്കാം. നമുക്ക്
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ കുടുംബം കർത്താവ് തന്നതാണെങ്കിൽ, കർത്താവായിട്ട് കൂട്ടിയോജിപ്പിച്ച ബന്ധങ്ങളാണിതെങ്കിൽ ഇതിനൊരു ഉലച്ചലും തട്ടാതിരിക്കാനായിട്ട് അവൻ കൂട്ടുണ്ടാവും. അവൻ പൊതിഞ്ഞു പിടിച്ച് സംരക്ഷണമായി ഒപ്പം നിൽക്കുന്നുണ്ടാവും. അവൻ്റെ മുഖത്തേക്ക് നോക്കി നടക്കുന്നിടത്തോളം നമുക്ക് എന്തിൻ്റെ മീതെയും നടക്കാനായിട്ട് പറ്റും. ഏത് പ്രശ്നങ്ങളുടെയും പ്രയാസങ്ങളുടെയും മീതെ എപ്പോഴെങ്കിലും അവൻ്റെ മുഖത്ത് നിന്ന് നോട്ടം മാറിയാൽ, അവൻ്റെ സംരക്ഷണത്തിൽ സംശയം തോന്നിയാൽ അവൻ നമ്മളോട് ചോദിക്കും, അല്പവിശ്വാസി, നീ ഭയപ്പെട്ടതെന്തിനാണ്? ഉത്കണ്ഠപ്പെടേണ്ട, ആകുലനാകേണ്ട, കർത്താവ് കൂടെയുണ്ട്. ഈ ഒരു ഉറപ്പോടുകൂടെ സ്വസ്ഥമായി ഞാൻ ശാന്തമായി കിടന്നുറങ്ങുന്നു, ഉണർന്നെഴുന്നേൽക്കുന്നു. കാരണം ഞാൻ കർത്താവിൻ്റെ കരങ്ങളിലാണ്. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.